ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒരു കേവ് ഡൈനോനെ പിടിക്കണം. നമ്മുടെ അരാനിയോ, നമ്മുടെ എട്ടുകാലിയൊക്കെ പോലത്തെ രൂപസാദൃശ്യമുള്ള ഒരു ജീവിയാണത്. അത് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് മുട്ട എടുത്ത് വെക്കാം. നമുക്ക് കിബിളിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി മുട്ടകളുടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ പരിപാടിയിലോട്ട് പോവാം ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഗ്രില്ല് വെച്ചു. പിന്നെ നമ്മുടെ എന്താണ് പവർ ജനറേറ്റർ, കറണ്ടൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഓയിലിട്ട് കൊടുത്ത് ഗ്യാസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം വർക്കാവും. അതുപോലെ തന്നെ ഫുഡൊക്കെ അതിനകത്ത് ഇപ്പോൾ കുക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രില്ല് വെച്ചിട്ടുള്ള ഒരു ഉപകാരം. കണ്ട് ഒറ്റയടിക്ക് നാലെണ്ണം വെച്ചാൽ നമുക്ക് കുക്കാവുന്നത്. പിന്നെന്താണ്, പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പണിതിട്ടില്ല. മുകളിലോട്ടൊന്നും ഞാൻ വലിയ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം പഴയ പോലെ തന്നെ. അപ്പോൾ നമുക്കിനി അരാനിയെ പിടിക്കാൻ പോകണം. അരാനിയനെ പിടിക്കാനായിട്ട് നമുക്ക് സൂതിങ് ബോംബ് വേണം. അതുപോലെ തന്നെ സ്പോൾഡ് മീറ്റാണ് കൂടുതലും വേണ്ടത്. അരാനിയോ കഴിക്കുന്നത് സ്പോൾഡ് മീറ്റാണ്. അതുപോലെ തന്നെ അതൊരു പാസീവ് ടൈമാണ്. നമുക്കിങ്ങനെ അമ്പ് വെച്ചിട്ട് നോക്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നോർമൽ അതിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് സൂതിങ് ബോംബ് ഫീഡ് ചെയ്യുക. പിന്നെ ഭാഗ്യം സ്പോൾഡ് മീറ്റ് ഇരിപ്പുണ്ട്. ഈ ചിതിൻ ഞാൻ നമ്മുടെ KV പോട്ട് നമുക്ക് ചിതിൻ്റെ ആർമർ വേണം. അപ്പോൾ നമ്മുടെ ഉള്ളത് അസൻഡൻ്റ് ആർമറാണ്. അപ്പോൾ അസൻഡൻ്റ് ആർമർ ആണെങ്കിൽ ഇഷ്ടം പോലെ റിസോഴ്സ് വേണം. ചിതിൻ ഇഷ്ടം പോലെ വേണം. അപ്പോൾ ഞാൻ KV പോട്ട് കുറേ കളക്ട് ചെയ്ത്. പിന്നെന്താണ്, ഓക്കെ, കൃഷി അത്യാവശ്യം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേതാ സംഭവം? ഇത് നാരങ്ങ. പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ, സാവോറു. ഇതിനകത്ത് ഏതാ ഉള്ളത്? ഇതിനകത്ത് ക്യാരറ്റ്, പിന്നെ എടുക്കാൻ പറ്റുന്നല്ലോ. ഓക്കെ, ഇതിനകത്ത് ലോങ് ഗ്രാസ്, നമ്മുടെ ചോളം. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് നേരെ നമ്മുടെ കേവിലോട്ട് പോവാം. കേവിലോട്ട് പോയിട്ട് നമ്മുടെ തേള് ഞാൻ കാർണോയിൽ എൻ്റെ കൊട്ടിട്ടേക്കണേ. കാരണം അവിടെ നിന്ന് ഗൈസ് നമ്മുടെ ലെവൽ നോക്കിപ്പോൾ 63 ആക്കി ഞാൻ. കാർണോയിലിൻ്റെ പോയി. പിന്നെ അവിടെ ഒരു ആൽഫ കാർണോനെ കിട്ടി. അപ്പോൾ അതിനെ തേളിച്ച് കുറേ പണി ഉണ്ടായിരുന്നു അതിനെ കൊല്ലാനായിട്ട്. കാരണം എന്തോ ഭയങ്കര ലെവലായിരുന്നു അതിന്. അപ്പോൾ അതിനെ കൊല്ലാനായിട്ട് കുറേ ടൈം എടുത്ത്. പിന്നെ നമ്മുടെ കേവ് ഡൈനോ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം അത് പിടിച്ച് വെക്കും. പിന്നെ വേറെ ഡൈനോസൊന്നും അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് നേരെ നമ്മുടെ കേവിലോട്ട് പോവാം. എല്ലാം രാവിലെ നമുക്ക് ചെയ്യാം. അതാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ കേവിൻ്റെ ഉള്ളിലും ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഒന്ന് രാവിലെ ആയിട്ട് നമുക്ക് പോവാം. ഇപ്പം മൊത്തം ഇരുട്ടായത്. വെളുപ്പിനായി വന്നുള്ളൂ. ഒരു നമ്മുടെ ഈ സാധനം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പം. ഇത് ഞാൻ അത് ഞാൻ കാണിച്ചു തന്നില്ലല്ലേ. ഞാൻ നമ്മുടെ ഇത് മേടിച്ചു. എന്താണ് ഷെഫ് സ്റ്റേഷൻ, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ അത് ഇതിനകത്തല്ല അത്. ഓക്കെ, അത് ഈ സംഭവം ഞാൻ മേടിച്ചു. ഇതിനെന്തോ 25 അങ്ങനെ എന്തോ ആമ്പർ കൊടുത്തന്നെ നമുക്ക് ഇത് കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ആമ്പർ ഉണ്ട് ഇപ്പോൾ? ഓക്കെ, ഇപ്പോൾ 11 ആമ്പർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ഈ സംഭവം. വേണ്ട. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് വൈപ്പ് ടോണിക്ക് മേടിക്കണം. അത് കുറച്ച് കളയുമ്പോൾ നമ്മുടെ എൻഗ്രാംസ് മൊത്തം അങ്ങോട്ട് തരും. ഇപ്പോൾ എത്ര ഉണ്ട്? 378 എൻഗ്രാമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മേടിക്കാനായിട്ട് ഇനിയിപ്പോൾ കുറച്ച് ആമ്പർ കൊടുത്താൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സംഭവം മേടിക്കാം. ഇതാണ് മൈൻഡ് വൈപ്പ് ടോണിക്ക് മേടിക്കുക. അതെന്തായാലും മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. സംഭവം അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നേരെ കേവിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ സൂതിങ് ബോംബ് എടുത്ത് ഹോട്ട് ബാറിലിട്ടേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ വേറെ സംഭവമൊന്നുമില്ല. നമുക്കെന്തായാലും കേവ് ചെന്നിട്ട് കാരണം നമുക്ക് നമ്മുടെ ഇതിനെ റീകോൾ ചെയ്യണം. എന്താണ് നമ്മുടെ തേളിനെ അവിടെ പോയിട്ട് റീകോൾ ചെയ്യണം. ഓക്കെ, തേള് ഇവിടെ ഇല്ല, നമുക്ക് അവിടെ പോയിട്ട് റീകോൾ ചെയ്യണം. നമുക്കെന്തായാലും കേവിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആ ടൈമിങ്ങിൻ്റെ ഒരു നല്ലൊരു ലെവൽ അരാനിനെ കണ്ടുപിടിച്ചിട്ടും വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളൊരു 270 ലെവൽ അരാനിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറേ നോക്കി, വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി നോക്കി. അപ്പോൾ ഈ 100 ലെവലുകളാണ് ഏറ്റവും ടോപ്പ് കണ്ടത്. പിന്നെ നമ്മൾ വീണ്ടും കുറവ് കൂടിയപ്പോഴേക്കും നമുക്കൊരു 270 ലെവൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഇതിന് ഫീഡിൻ്റെ സംഭവം. ഓക്കെ, 270. ഫസ്റ്റ് നമുക്ക് ഇതിന് സൂതിങ് ബോംബ് ഫീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്പോൾഡ് മീറ്റ് കൊടുക്കുക. ഓക്കെ, 13.7% ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫീഡ് എപ്പോഴും ഭയങ്കര ലാഗായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് എടുത്തോളും. കാരണം ഫസ്റ്റ് ഫീഡ് കുറേ ടൈം എടുക്കും.
ഓക്കെ, ടൈമിംഗ് എഫിഷ്യൻസി 99.9 പ്ലസ് 134 ലെവൽ കിട്ടും, 134 ലെവൽ കിട്ടും നമുക്ക് പ്ലസ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഫീഡ് എടുക്കുന്ന വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഞാനപ്പോൾ എന്തായാലും സെക്കൻഡ് ഫീഡ് എത്തട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അരാനിയോൻ്റെ ഫസ്റ്റ് ഫീഡ് കഴിഞ്ഞു. ഇതാ ഇപ്പോൾ സെക്കൻഡ് ഫീഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, 27.5. ഇനിയിപ്പോൾ എല്ലാം പെട്ടെന്ന് ആയിക്കോളും, കാരണം ഫസ്റ്റ് ഫീഡ് മാത്രം അത്രയും ടൈം ആവുള്ളൂ. ഇതിപ്പോൾ നല്ല രീതിക്ക് ടൈമായിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ഫീഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ടൈമിങ്ങിൻ്റെ അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് വരാം. ഓക്കെ, ഇതാ സെക്കൻഡ് ഫീഡ് അടിയിൽ. ഇനിയിപ്പോൾ പെട്ടെന്ന് അത് കഴിച്ചോളൂ, ഫുഡ് പെട്ടെന്ന് എടുത്തോളൂ. പക്ഷേ ടൈമിംഗ് എഫിഷ്യൻസി നമുക്ക് കുറയാൻ പാടില്ല. ഇപ്പോൾ 99.8 ആയിരുന്നു, നേരത്തെ 99.9 ആയിരുന്നില്ലേ, അങ്ങനെന്തോ ആയിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ ഓക്കെ, നമ്മുടെ തേർഡ് ഫീഡ് 3, ഒരു 4-5, ഒരു 6 ആകുമ്പോഴേക്കും മിക്കവാറും ടൈമായി തീരുമാനിക്കും. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ അവസാനത്തെ സെയിലോട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ 99.7 ആയി. പിന്നെ ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഫുൾ അങ്ങനെ ടൈം ചെയ്തിട്ട് വരാം. ഓക്കെ, ഫൈനലി നമ്മുടെ അരാനി അങ്ങനെ ടൈം ആയിട്ടുണ്ട്, ലെവൽ 404. ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകണം ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ അരാനിയുടെ ടൈമായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ സാഡിലൊക്കെ ഇട്ട് കൊടുത്ത്, ടൈമായിട്ടല്ല നമ്മുടെ ബേസിൻ്റെ പുറത്തോട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് സാഡിലിട്ട് എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റാക്കിംഗ് എബിലിറ്റീസ് നോക്കണം. അപ്പോൾ ഇതിന് 2 തരം അറ്റാക്കാണുള്ളത്. ഒന്നാമത്തെ നമ്മൾ നോർമൽ ഒരു അറ്റാക്ക്, രണ്ടാമത്തെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതാ വല പോകുന്നതുണ്ട. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അറ്റാക്ക്. അപ്പോൾ അതിന് മുമ്പ് ഓക്കെ, സ്പീഡൊന്നും കുഴപ്പമില്ല, എന്നാലും അത്ര വലിയ സ്പീഡൊന്നുമില്ല. നമുക്കിതൊന്ന് വെള്ളത്തിലോട്ട് ഇറക്കി നോക്കാം. വെള്ളത്തിലൂടെ നോക്കിയിട്ട് നമുക്ക് മുമ്പ് ഇങ്ങനെ നടന്നു പോകുന്നത് ആ വെള്ളത്തിലോട്ട്. ഇതിങ്ങനെ ഒഴുകി നടക്കൂല കേട്ടോ, താഴെ വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോകും. എന്തായാലും കൊള്ളാം, ഒരു പുതിയൊരു ഇതാണ്. കാരണം നമ്മൾ ബാക്കി ഡൈനോസർക്ക് ഇങ്ങനെ ഒഴുകി നടക്കൂലേ, പക്ഷെ ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്നു. പക്ഷെ ഇത് അത്രയ്ക്ക് നല്ലതല്ല. എനിക്കൊന്നാമത് ഹെൽത്തും കാര്യങ്ങളും അല്ല, ഹെൽത്തുനിന്ന് ഓക്സിജൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ അറ്റാക്കിംഗ് എബിലിറ്റീസ് നോക്കാം. ആദ്യം എന്തായാലും മറ്റേ വല വിട്ട് പിടിക്കുന്ന സംഭവമില്ല, അതെന്തായാലും ഞാൻ നോക്കട്ടെ. ഓക്കെ, 190 ലെവൽ ട്രൈക്ക്. ഓക്കെ, ഡാമേജും അത്യാവശ്യം ഡാമേജൊക്കെ ഉണ്ട് കേട്ടോ. ഡാമേജ് എന്തോരം ഉണ്ട് ഇതിൻ്റെ? 562 മില്ലി ഡാമേജ് ഉണ്ട്. എന്തായാലും ദാറ്റ്സ് എ ഗുഡ് വൺ. ഇപ്പോൾ തേളിന് വെച്ച് കുത്തുമ്പോൾ നല്ല ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ തേളും അത്യാവശ്യം ഡാമേജൊക്കെ ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ ഇല്ലേ, അതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ ഇത് കൊള്ളാം, അരാനിയോ എന്തായാലും അടിപൊളിയാണ്. ഓക്കെ, അതങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോർമൽ അറ്റാക്ക് നോക്കാം. നോർമൽ അറ്റാക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. നോർമൽ അറ്റാക്ക് ജസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു കുത്തുന്ന പോലത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എനിക്കെന്തായാലും മറ്റേ വല വിട്ട് പിടിക്കുന്ന അറ്റാക്ക് എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ട്. നമുക്ക് എന്തായാലും ഈ റാപ്റ്ററിനെ കൂടി അങ്ങോട്ട് നോക്കിയേക്കാം. റാപ്റ്ററൊക്കെ ഒരു കടിക്ക് തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരെ ഇതിനും കൊണ്ട് നമ്മുടെ കാർണോയിലേണ്ടിൽ പോകും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ആൽഫ ഡൈനോ എന്തായാലും ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിനെ പോയി പിടിക്കുക. എന്നിട്ട് അവസാനത്തെ ഞാൻ ഒരു അമ്പ് വിട്ട് അതിനെ കൊല്ലും. അപ്പോൾ നമുക്ക് കുറച്ച് ലെവലപ്പ് കിട്ടും. കൂടുതൽ ഞാൻ ലെവലപ്പ് നമ്മുടെ തേളിനെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ലെവൽ 63 വരെ എത്തിച്ച് അങ്ങനെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ സ്റ്റാമിന പോയി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് കൊടുത്ത് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ആർക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഇതിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും കൊണ്ടൊക്കെ ഞാൻ ഇനിയും വരും. അപ്പോൾ ബൈ.